ഞാൻ ഇന്നൊരു ബുക്ക് പരിചയപ്പെടുത്താം. ഗോൾസ് ബൈ ബ്രയാൻ ട്രേസി. പഴയൊരു ബുക്കാണ്. ഒത്തിരി ഇതിൻ്റെ വീഡിയോസൊക്കെ ഉള്ളതാണ്. ഞാനും ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ മോട്ടിവേഷണൽ ബുക്സ് ഒക്കെ ഭയങ്കര ഒരു ആരാധികയാണ്. കുറേ അധികം എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റിയത് ഇതുപോലത്തെ ബുക്സ് ആട്ടോ. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയപ്പം തോന്നിയതാണ്. ഇതിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൽ ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് നമ്മുടെ ലൈഫ് എന്തെങ്കിലും ആയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടില്ലെങ്കിൽ ഇതിന് രണ്ടിനും നമ്മൾ മാത്രമാണ് ഉത്തരവാദി. അല്ലാതെ അതിന് നമ്മൾ വേറൊരാളെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ജനിച്ചത് ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്, അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും അതിന് മാത്രം കഴിവൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരാൾ അവർക്ക് ഒത്തിരി പ്രിവിലേജ് കൂടിപ്പോയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടില്ല. പ്രിവിലേജ് ഉള്ള ആൾക്കാരും രക്ഷപ്പെടാത്ത എത്രയോ പേരുണ്ട്. പ്രിവിലേജ് ഒന്നും ഇല്ലാഞ്ഞിട്ട് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി ആ ഒരു ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. ഇപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടാണ്, മോശമായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിട്ട് തന്നെയാണ്. അല്ലാതെ എൻ്റെ വീട്ടുകാർ ശരിയല്ല, എനിക്ക് സാമ്പത്തിക ശേഷിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവില്ല, അങ്ങനെ ബ്ലെയിം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, റിസോൾവ് ടുഡേ ടു ഫോർഗിവ് എനിവൺ ഹു ഹാവ് എവർ ഹേർട്ട് യു ഇൻ എനി വേ. ലെറ്റ് ഇറ്റ് ഗോ. Refuse to discuss it again. Instead, get so busy working on something that is important to you that you don't have time to think about it. എൻ്റെ ലൈഫിൽ എന്നെ ഒത്തിരി വേദനിപ്പിച്ച, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ താറുമാറാക്കിയ ഒരാളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ, അതെൻ്റെ രണ്ടാമത്തെ കമ്പനിയിലെ ഒരു ബോസാണ്. അതായത് നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ പോലും പുള്ളിയുടെ കുറേയധികം കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ആ ജോലി അവിടുന്ന് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വന്നു. അപ്പം ഞാൻ നോക്കുമ്പം എന്നോട് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തേക്കുന്ന ഒരാൾ ആ പുള്ളിയാണ്. പക്ഷേ ഞാൻ ആ പുള്ളിയോടുള്ള ആ ഒരു ദേഷ്യമോ വെറുപ്പോ ഒക്കെ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ലൈഫിൽ ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ ഫൈനൽ പേപ്പേഴ്സൊക്കെ വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ പുള്ളിനെ കണ്ട് ഒന്ന് കാര്യമായിട്ട് സംസാരിച്ച് തിരിച്ചിറങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചെന്നപ്പം പുള്ളി എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഒഴിഞ്ഞു. പക്ഷേ എനിക്ക് പുള്ളിയോട് ഒരു ദേഷ്യവും മനസ്സിലില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റി എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇല്ല, ഞാൻ അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ എൻ്റെ IT കരിയർ കളഞ്ഞു, അല്ല എൻ്റെ ലൈഫ് താറുമാറാക്കി എന്നൊക്കെ പറഞ്ഞിരിക്കാനായിരുന്നെങ്കിൽ ഞാൻ പിന്നെയും അത് മാത്രം ആ ഒരൊറ്റ പോയിന്റിൽ ഫോക്കസ് ചെയ്ത് എൻ്റെ ലൈഫ് ഞാൻ കുളവാക്കിയാനെ. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നു, ഓക്കെ, പുള്ളി അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് വേറൊരു വഴിയിലോട്ട് പോകാൻ പറ്റി, കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ലൈഫ് നമ്മളുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അൺസർട്ടനിറ്റി ഒത്തിരി ഉണ്ട്. പക്ഷേ വരുന്നതിനെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അതിനെ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് ഒന്ന് ട്രൈ ചെയ്യാം.